മാത്രം ബാക്കി നിൽക്കെ ഇനി 18 റൺസ് കൂടി എടുത്താലേ തിരുവനന്തപുരം SMECക്ക് വിജയം കണ്ടെത്താനാകൂ. 2 വിക്കറ്റ് മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഓൾറൗണ്ടറായ രമേഷ് പ്രസാദും ഗവാസ്കർ ബഷീറുമാണ് SMECക്ക് വേണ്ടി ഇപ്പോൾ ക്രീസിലുള്ളത്. ഒരു ഓവറിൽ ശ്രമകരമായ കാര്യമാണ്. അയ്യോ പോയേ ലേഖ പോയേ, അയ്യോ പോയേ ലേഖ പോയേ, അയ്യോ പോയേ ജൂലി പോയേ. ഈ സ്റ്റീഫനും കൂട്ടർക്ക് നാണമില്ലേ? സ്വന്തം കോളേജ് തോറ്റാലും സാരമില്ല, അവർക്ക് ലേഖയും ജൂലിയും തോപ്പിച്ചാൽ മതി. ഈ നിർണായക ഫൈനലിന്റെ അവസാന ഓവറിൽ ബൗൾ ചെയ്യുവാനായി ഇതാ ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മിടുമിടുക്കനായ ഫാസ്റ്റ് ബൗളർ ശ്യാം സുന്ദർ. ഞാൻ പ്രിൻസിപ്പൽ ആയിരിക്കെ ഈ കോളേജ് ഗ്രൗണ്ടിൽ കണ്ണിൽ കണ്ട ബാംഗ്ലൂരിൽ നിന്ന് വന്ന സാത്താന്റെ സന്തതികൾ എന്റെ കുഞ്ഞുങ്ങളെ എറിഞ്ഞു വീഴിക്കുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. ചാവുന്നതിന് മുമ്പ് അന്ത്യകൂദാശ ചൊല്ലല്ലോ. ഇനി ഒന്നുകൂടെ ഓവറാവാനുണ്ടല്ലോ. എനിക്കുള്ള അത്ര പ്രതീക്ഷ കൂടി പ്രിൻസിപ്പാൾ അച്ഛനല്ലാന്ന് വെച്ചാൽ കഷ്ടം. ഇല്ലടോ ഇല്ല, എന്റെ എല്ലാ പ്രതീക്ഷയും പോയി. ഇനി ജയിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ ജൂലി? ഒരു ചാൻസും ഇല്ല. നമുക്ക് മുങ്ങിയാലോ? എങ്ങനെ മുങ്ങാൻ? എങ്ങോട്ട് മുങ്ങിയാലും അവന്മാര് പൊക്കൂ. നാണക്കേടായി പോയി. ജൂലി 10,000 സ്റ്റീഫനോട് ബെറ്റ് വെച്ച് പോട്ടേന്ന് വെക്കാം. കാരണം ഇവളുടെ അപ്പ പൂത്ത കാശുള്ള ഗൾഫുകാരനാ. പക്ഷെ ലേഖ ചിമ്പുവിനോട് തല മൊട്ടയടിക്കാന്ന് പറഞ്ഞത് അല്പം കടന്ന കൈയായി പോയി. മൊട്ടയടിക്കാൻ തയ്യാറായിക്കോ. ദേ ചിമ്പു കത്തിയുമായി അവിടെ നിൽക്കുന്നുണ്ട്. കോളേജ് യൂണിയൻ ചെയർപേഴ്സന്റെ തല വടിക്കുന്നതും ഒരു സുഖമാണേ. 4 വിക്കറ്റ് എടുത്ത് തിളങ്ങി നിൽക്കുന്ന ശ്യാം സുന്ദർ ഇതാ ബോൾ ചെയ്യുന്നു. അങ്ങനെ 2 ബോൾ കൂടി SMECക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി 4 ബോളും 18 റൺസും. ഗവാസ്കർ ബഷീർ റൺ ഔട്ട്. അടിച്ചോടോ? ഇല്ല, ചെറുത്തൊരു ബിസ്ക്കറ്റ്. ഇനി എത്ര ബിസ്ക്കറ്റ് ഉണ്ട്? ഞാൻ ഒരെണ്ണം. ഓ എന്റെ ഈശോയെ. ബാറ്റ്സ്മാൻ നരേന്ദ്രൻ. കരയാതെ. ഈ വർഷം തോറ്റാൽ അടുത്ത വർഷം നമ്മൾ ജയിക്കും ജൂലി. ഈ സ്റ്റീഫന്റെയും കൂട്ടരുടെയും മുമ്പിൽ നമ്മൾ തളരാൻ പാടില്ല. തളരണ്ടടി, നിന്റെ തല മൊട്ടടിച്ച് ഗ്രൗണ്ടിൽ ഞാൻ നടത്തും. ആ കോന്തം പ്രിൻസിപ്പാൾ അച്ഛന്റെ ഒത്താശയോടുകൂടി ഇവളുമാരെ സെക്രട്ടറിയും ചെയർപേഴ്സൺ ആക്കിയപ്പോഴേ തുടങ്ങിയതായി കോളേജിന്റെ നാശം. ജൂലി മോളെ 16 എടുത്ത് വെച്ചോ. 84 റൺസ് എടുത്ത് ഔട്ടാകാതെ നിൽക്കുന്ന ഓൾറൗണ്ടറായ രമേഷ് പ്രസാദ് ആണ് ക്രീസിൽ പന്തിനെ നേരിടുന്നതെന്ന ഒരു ചെറിയ ആശ്വാസം SMECക്കുണ്ട്. മോനെ രമേശേ, നീ ഫാദർ കച്ചറത്തറ വെറും തറയാക്കല്ലേടാ. അല്ലടോ? അതല്ലേലും തറയാണല്ലോ അല്ലേ? എല്ലാ സാധ്യതയുമുണ്ട്. അത് ക്യാച്ച് ചെയ്യുമോ? ഇല്ല. അത് സിക്സർ തന്നെ. രമേഷ് പ്രസാദ് SMECക്ക് വേണ്ടി അത്യുഗ്രൻ സിക്സർ അടിച്ചിരിക്കുന്നു. മോനെ രമേശേ, നീ കോളേജിന്റെ മാനം കാത്തടാ. ഇതോടെ രമേശ് 90 റൺസ് എടുത്തിരിക്കുന്നു. 225 റൺസ് എടുത്തിരിക്കുന്ന ബാംഗ്ലൂരിനെ തോൽപ്പിക്കാൻ SMECക്ക് 12 റൺസ് കൂടി വേണം. 2 ബോളും 12 റൺസും. ഇതാ അടുത്ത സിക്സർ കൂടി. എന്റെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവില്ല. 220 റൺസ് എടുത്തിരിക്കുന്ന SMECക്ക് ഒരു ബോളിൽ 6 റൺസ് വേണം. ഒരു ബോളും 6 റൺസും. മോനെ രമേശേ, അച്ഛനെയും കോളേജിനെയും നീ രക്ഷിക്കടാ. നിർണായകമായ ഈ നിമിഷത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ രമേഷ് പ്രസാദിലാണ്. 96 റൺസ് എടുത്ത് നിൽക്കുന്ന രമേഷ് പ്രസാദ് SMECയുടെ വിജയം ഉറപ്പാക്കുമോ? ഇതാ രമേഷ് പ്രസാദിന്റെ അത്യുജ്വലമായ സിക്സർ SMECയുടെ വിജയം ഉറപ്പാക്കിയിരിക്കുന്നു. ഈ
ഇതിലും ചാകുകയായിരുന്നടാ സ്റ്റീഫ. ഞാനിനി കോളേജിലേക്കില്ല. സന്തോഷം കൊണ്ട് അവളുമാര് തുള്ളിച്ചാടുന്ന ചാട്ടം കണ്ടില്ലേ? നീ നോക്കിക്കോ, അവളുമാരെ അവനെ ഞാൻ കരയിക്കും. നിന്നാണ് സത്യം, ഞാൻ കരയിക്കും. എന്നിട്ട് ഞാൻ ഇനി കോളേജിലേക്കുള്ളൂ. ആഹാ, ഇപ്പൊ മൺസൂണിനെ കണ്ട ദ്രാവിഡിന്റെ ഗെറ്റപ്പുണ്ടല്ലേ? കളിയാക്കൊന്നും വേണ്ട. കളിച്ചില്ലേലും നിന്നെയൊക്കെ കൊണ്ട് കളിപ്പിക്കുന്ന ഞാനാ. അല്ല, ഇനിയിപ്പോ ഗേൾ ഫാൻസിന്റെ ഒരു ബഹളമായിരിക്കും. അയ്യടാ മോനെ, ഇന്നത്തെ കളിയുടെ കൂടി നാഷണൽ ടീമിലേക്കുള്ള രമേശിന്റെ സെലക്ഷൻ ഉറപ്പാ. പിന്നല്ലാതെ എന്തതിശയമേ രമേശിന്റെ കളിയും എത്ര മനോഹരമേ. മോനെ രമേശേ, നീ ഫാദർ കച്ചർത്തറയുടെ മാനം കാത്തറ. എന്റെ മാത്രമല്ല, ഈ കോളേജിന് മൊത്തം അഭിമാനം നീ നേടിത്തന്നു. അതെ അതെ, സംഭവം തറയാവുന്ന കണ്ടപ്പോ 2-3 പ്രാവശ്യം മുങ്ങാൻ നോക്കിയതാ. ഈ ഞാനല്ലേ പിടിച്ചിരുത്തിയത്. അത് നേരാ, പക്ഷേ ഇത്ര വലിയ അത്ഭുതം നടക്കുമെന്ന് ഞാൻ കരുതിയോ? എല്ലാ ഈശ്വരന്റെ കൃപ, അത്രേ ഉള്ളൂ. നീ നോക്കൂ, ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ മുഖ്യമന്ത്രി വരുമ്പോ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഒരു സ്പെഷ്യൽ സമ്മാനം നിനക്ക് എന്തരിക്കും? ക്യാഷ് പ്രൈസ് ആണോ? അല്ല, അതിനേക്കാൾ വലിയൊരു സമ്മാനം. ഇപ്പൊ നീ ആ കാശം കൊടുക്കടി. ഏത് ക്യാഷ്? സ്റ്റീഫനുമായി ബെറ്റ് വെച്ച് കിട്ടിയതാ 10,000 രൂപ. ഇത് രമേശിനുള്ളതാ. ബെറ്റ് വെച്ച് നിങ്ങളല്ലേ? നിങ്ങൾ എന്നെ എടുത്തോ? നിന്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ലടാ, നീ മേടിച്ചു. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. എങ്കിലൊരു കാര്യം ചെയ്യാം. കാതിർക്കാട് മോളുടെ കല്യാണത്തിനായി ഞങ്ങൾ കളക്ട് ചെയ്ത ഫണ്ടിലേക്ക് എനിക്കൊരു 100 രൂപയെ കൊടുക്കാൻ കഴിഞ്ഞോളൂ. ദാ ഈ 10,000 രൂപ കൂടി. മോനെ രമേശ, എന്തിനാ കരയുന്നേ? കരഞ്ഞോട്ടറാ, സന്തോഷം വരുമ്പോ ചിലപ്പോ കരയാറില്ലേ? എന്തായാലും ഖാദർക്കാട് ബെസ്റ്റ് ടൈമാ. രമേശ് അറിഞ്ഞോ, സുബൈദയുടെ കല്യാണത്തിന് യേശുദാസ് വരുന്നുണ്ട്. നേരണോ കാതിർക്ക? അതെ മോനെ, ദാസേട്ടൻ നമ്മൾ പഴയ ദോസ്താ. നിന്നെ പോലെ തന്നെ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാ. എന്റെ മോളെ കല്യാണത്തിന് വരാന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ കല്യാണം നമ്മൾ അടിപൊളിയാക്കുന്നു. യോയോ അല്ല, രമേശിനേക്കാളും പ്രായമുണ്ടല്ലേ സ്കൂട്ടറിന്? ഓൾ ഈസ് ഗോൾഡ് അല്ലേ രമേശ? ഒന്ന് ജീവിച്ചു പോട്ടെ മോളെ. അയ്യേ, ഈ പാട്ട വണ്ടി മാറ്റി ഒരു പുതിയ ബൈക്ക് വാങ്ങിച്ചൂടെ രമേശ? അതിന് ചക്രം വേണ്ടേ? ചക്രം കൂടി കൂട്ടിച്ചേർത്തല്ലേ ബൈക്ക് തരുന്നത്? മോളെ തമാശിക്കല്ലേ, വാങ്ങാനുള്ള ദുട്ടിന്റെ കാര്യ പറഞ്ഞേ. ആഹാ, ഇത്രയും കഷ്ടപ്പാടുള്ള ആളാണോ 10,000 രൂപ കിട്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തത്? അതെ, അത് ബെറ്റ് വെച്ച കാശല്ലേ. സ്വന്തം വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവിൻ എന്നാണ് പ്രമാണം. അയ്യോ, ഇത് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. എങ്കിൽ ഇതേ കയറിക്കോ, ഞങ്ങൾ കൊണ്ടുവിടാം. കൊള്ളാം. എന്നിട്ട് വേണം ഫാദർ കച്ചറത്തറ എന്റെ കാര്യത്തിൽ. രമേശൻ, ഇന്ന് ബഷീറിന്റെ വക പാർട്ടിയാണ്. നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? അയ്യോ, ഞാനില്ല. ഇപ്പൊ തന്നെ സമയം വൈകി. എനിക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കൂട്ടണം. ആരാ? ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ? ഗേൾ ഫ്രണ്ടിനെ. സ്റ്റാർട്ട് ആയോ? പോട്ടെ. ടാറ്റാ ടാറ്റാ.